ജില്ലാ ആയുർവേദ ആശുപത്രിയെ മാതൃകാ ആശുപത്രിയാക്കി മാറ്റുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആശുപത്രിയിലെ ഫ്രണ്ട് ഓഫീസിന്റെയും പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മികച്ച സേവനം ലഭിക്കുന്നതുകൊണ്ടാണ് ജില്ലാ ആയുർവേദ ആശുപത്രിയെ കൂടുതൽ പേർ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. ഈ സ്ഥാപനത്തിന് പുതിയൊരു മുഖമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര യത്നത്തിനാണ് ജില്ലാ പഞ്ചായത്ത് ഇടപെട്ടിട്ടുള്ളത് എന്നെനിക്കറിയാം. സത്യത്തിൽ നമ്മളുടെ ഈ ആയുർവേദ ആശുപത്രി ഈ സമീപ പ്രദേശത്തുള്ളതിനേക്കാൾ ഏറ്റവും നമ്പർ 1 എന്നുള്ള നിലയിലാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. രോഗശാന്തിക്ക് വേണ്ടി ഇവിടെ ചികിത്സയ്ക്കെത്തുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഇവിടെ അഡ്മിഷൻ കിട്ടാൻ തന്നെ ശുപാർശ നടത്തുന്ന ആളുകൾ വേറെയുമുണ്ട്. അതിനർത്ഥം അത്ര ക്വാളിറ്റിയോടുകൂടി ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ്. ആ പരിശ്രമത്തിനകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഈ കൈയടിച്ച ആളുകളെല്ലാവരും. അവരുടെ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ഇതിനെ കോട്ടയം ജനജീവിതത്തിൻ്റെ പ്രമുഖ സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഏറെക്കുറെ ഈ കാലഘട്ടവും ആയുർവേദത്തിന് പറ്റിയൊരു കാലാവസ്ഥയാണ്. അത് ഇവിടുത്തെ അഡ്മിഷൻ്റെ എണ്ണത്തിനകത്തുണ്ടാകും എന്നെനിക്കറിയാം. ജില്ലാ പഞ്ചായത്തിൻ്റെ നല്ല ശ്രദ്ധ ഇതിനുണ്ടാകുന്നുണ്ട്. അത് വേണ്ട വിധം വിനിയോഗിച്ച് എല്ലാവർക്കും കൂടി ഒത്തുചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയണം. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷൻ MP സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PK വൈശാഖ്, ആശ ജോയി, അംഗങ്ങളായ R ശ്രീലേഖ, സിനി മാത്യു, PS ഉഷാകുമാരി, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ S ഗോപകുമാർ, HMC അംഗം S രാജീവ്, ജില്ലാ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജിത ഷാഹുൽ, സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PR ശ്രീവിദ്യ എന്നിവർ പ്രസംഗിച്ചു. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനാണ് പുതിയ ഫ്രണ്ട് ഓഫീസ് ഒരുക്കിയിരിക്കുന്നത്. മഴക്കാലത്തോടനുബന്ധിച്ചുള്ള പകർച്ചവ്യാധികൾ പ്രതിരോധിക്കുന്നതിനായാണ് പ്രത്യേക ആയുർവേദ സിദ്ധ ക്യാമ്പ് സംഘടിപ്പിച്ചത്. i4A ന്യൂസ്, ഏറ്റുമാനൂർ.